ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 2021 ജാനുവരി 5 നടക്കാൻ പോകുന്ന ലെക്ചർ ഇൻ പോളിടെക്നിക് എക്സാമിനേഷനുമായിട്ട്, കേരള PSCയുടെ എക്സാമിനേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ പാർട്ട് എ വരുന്ന ഒരു സെഷനാണ് എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസേഴ്സ് ക്യാൻ ബി effective only when the objects are of dash materials. സോ പ്രോക്സിമിറ്റി സെൻസേഴ്സ് നമുക്കറിയാം, ഇത് യൂസ് ചെയ്യുന്നത് നിയർ ബൈ ഓബ്ജക്ട്സിനെ സെൻസ് ചെയ്യാനാണ്. സോ ഇത് പല ടൈപ്സ് ഉണ്ട്. കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസേഴ്സ് ഉണ്ട്, ഇൻഡക്റ്റീവ് ഉണ്ട്, അതേപോലെ ഒപ്റ്റിക്കലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതുണ്ട്, അൾട്രാസോണിക് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സെൻസേഴ്സ് ഉണ്ട്, പ്രോക്സിമിറ്റി സെൻസേഴ്സ് ഉണ്ട്. സോ അങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സോ പ്രോക്സിമിറ്റി സെൻസേഴ്സ്, സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് when the objects are of ferromagnetic materials. സോ ഇതാണ് അതിൻ്റെ ആൻസർ, ഓപ്ഷൻ എ, ferromagnetic materials. Then in fluorescent lamp, one capacitor is connected across the lamp circuit and another is connected across the starter. Then ഇതിനകത്ത് ഏതാണ് ഓപ്ഷൻസ് നോക്കുക. സോ നമ്മൾ CFL LED കമ്പാരിസൺ മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. LED-യുടെയും CFL-ൻ്റെയും ബേസിക് കൺസെപ്റ്റുകൾ, LED എന്ത് വെച്ചിട്ടാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, അതുപോലെ അതിൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ്, അങ്ങനെ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഫ്ലൂറസെൻ്റ് ലാമ്പ്, CFL ലാമ്പിനകത്ത് എന്താണ് യൂസ് ചെയ്യുന്നത്. സോ അതിനകത്ത് 2 കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ആ ഇൻപുട്ട് സൈഡിൽ വരുന്ന ഒരു കപ്പാസിറ്ററാണ്, അത് നമ്മൾ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ റെഡ്യൂസിങ് റേഡിയോ ഇൻ്റർഫറൻസ്, സെക്കൻഡ് കപ്പാസിറ്റർ അതിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫോർ റെഡ്യൂസിങ് ദ റേഡിയോ. സ്റ്റാർട്ടർ സൈഡിൽ യൂസ് ചെയ്തേക്കുന്ന സ്റ്റാർട്ടറിൻ്റെ സൈഡിൽ യൂസ് ചെയ്തേക്കുന്ന കപ്പാസിറ്റർ നമ്മൾ റേഡിയോ ഇൻ്റർഫറൻസ് അവോയ്ഡ് ചെയ്യാനും, അതുപോലെ തന്നെ ലാമ്പിൻ്റെ സൈഡിൽ യൂസ് ചെയ്തേക്കുന്നത് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാനുമാണ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, വെൻ ഇറ്റ് കംസ് ടു LEDs, വാട്ട് പെർസെൻറ്റേജ് ഓഫ് എനർജി ദേ കൺസ്യൂം ഈസ് യൂസ് ടു ക്രിയേറ്റ് വിസിബിൾ ലൈറ്റ്. സോ LED-യുടെ മെറ്റീരിയൽസ്, LED മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് പഠിക്കണം. അതിൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജസ്, ഓരോ LEDs എമിറ്റ് ചെയ്യുന്ന ലൈറ്റ്, അതിൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജസ്, പറ്റുമെങ്കിൽ അതിൻ്റെ വേവ് ലെങ്ത്, ഇതും കൂടെ നമ്മൾ പഠിക്കേണ്ടതാണ്. സോ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് വാട്ട് പെർസെൻറ്റേജ് ഓഫ് എനർജി ദേ കൺസ്യൂം ഇൻ ടു ക്രിയേറ്റ് വിസിബിൾ ലൈറ്റ്. സോ ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്, 80% and only 20% is wasted as heat. So next one, fourth question, the light output of fluorescent lamp is around. So fluorescent ലാമ്പിൻ്റെ ഔട്ട്പുട്ട് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 70 lumens per watt ആണ്. ആൻസർ എന്ന് പറയുന്നത് the light output of fluorescent lamp, that is 70 lumens per, നമ്മൾ ലൈറ്റ് ഇൻറ്റൻസിറ്റി ലൂമൻസിലാണ് മെഷർ ചെയ്യുന്നത്. സോ 70 lumens per watt ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് CFL ലാമ്പിൻ്റെ. Then fifth question, which of the following is preferred for air conditioned spaces? എയർ കണ്ടീഷൻഡ് സ്പേസസിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് ഏത് ലാമ്പ് ആണെന്നുള്ളതാണ്. GLS ലാമ്പ്, ഫ്ലൂറസെൻറ്റ് ട്യൂബ്, മെർക്കുറി വേപ്പർ ലാമ്പ്, സോഡിയം വേപ്പർ ലാമ്പ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫ്ലൂറസെൻ്റ് ആണ്. ഫ്ലൂറസെൻറ്റ് ട്യൂബ്സ് ആണ് നമ്മൾ എയർ കണ്ടീഷൻഡ് സ്പേസിനകത്ത് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ദ നോർമൽ ലൈഫ് സ്പാൻ ഓഫ് ഫ്ലൂറസെൻറ്റ് ലാമ്പ്. ദ നോർമൽ ലൈഫ് സ്പാൻ ഓഫ് ഫ്ലൂറസെൻറ്റ് ലാമ്പ് എന്ന് പറയുന്നത് 7500 അവേഴ്സ് ആണ് ലൈഫ് സ്പാൻ ഓഫ് ഫ്ലൂറസെൻറ്റ് ലാമ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. 7500 hours. Then seventh question, the monitoring of machines, gears and objects are achieved by which sensor? So proximity സെൻസേഴ്സിൻ്റെ ആപ്ലിക്കേഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിയർ ബൈ ഓബ്ജക്ട്സിനെ സെൻസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. സോ ഒരു ക്ലോസ് കോണ്ടാക്റ്റ് വരാത്ത
ഒരു സെൻസറാണ് ഈ പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ആപ്ലിക്കേഷനാണ് ഈ പറഞ്ഞേക്കുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ദെൻ വിച്ച് പ്രോക്സിമിറ്റി സെൻസേഴ്സ് ഡിറ്റക്ട് മെറ്റൽ ഒബ്ജക്ട്സ്? നമ്മൾ ഈ കൊടുത്തേക്കുന്നതെല്ലാം പ്രോക്സിമിറ്റി സെൻസേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്, ക്ലാസിഫിക്കേഷൻസ് ആണ്. ഓരോന്നിൻ്റെയും യൂസ് അറിഞ്ഞിരിക്കണം. കപ്പാസിറ്റീവ്, മാഗ്നറ്റിക്, അൾട്രാസോണിക് ആൻഡ് ഇൻഡക്റ്റീവ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മെറ്റൽ ഒബ്ജക്ട്സിനെ ഡിറ്റക്ട് ചെയ്യാൻ ഏതാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് ആണ്. കപ്പാസിറ്റീവ് യൂസ് ചെയ്ത് മെറ്റൽസ്, നോൺ മെറ്റൽസ് രണ്ടും പറ്റും. സോ അതുകൊണ്ട് ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസേഴ്സ് ആണ് നമ്മൾ മെറ്റൽ ഒബ്ജക്ട്സിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ദെൻ വിച്ച് പ്രോട്ടോകോൾ ഈസ് യൂസ്ഡ് ബൈ പ്രോക്സിമിറ്റി സെൻസർ? സോ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഇതാണ്, I2C എന്ന് പറയുന്ന പ്രോട്ടോകോളാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഓൺ വാട്ട് ഫാക്ടേഴ്സ് ഡസ് ദ ഓപ്പറേറ്റിംഗ് സ്പീഡ് ഓഫ് ദ റിലേ ഡിപ്പെൻഡ് അപ്പോൺ? റിലേയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ സോളിഡ് സ്റ്റേറ്റ് റിലേ, ക്ലാസിഫിക്കേഷൻ ഓഫ് റിലേ, ജസ്റ്റ് അതൊക്കെ അറിഞ്ഞിരിക്കണം. സോളിഡ് സ്റ്റേറ്റ് റിലേ എന്ന് പറയുമ്പോൾ നമ്മൾ LED, ഒപ്റ്റോ കപ്ലേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള റിലേ ആണ്. ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ് ആണ്. സോ ഇതിനകത്ത് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സ്പീഡ് ഡിറ്റർമിൻ ചെയ്യുന്ന കമ്പോണൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. റേറ്റ് ഓഫ് ഫ്ലക്സ്, ആർമേച്ചർ, അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ഓപ്പറേറ്റിംഗ് സ്പീഡ് ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ആൻസർ ഈസ് ഓൾ ഓഫ് ദീസ്. So relay is an electromechanical switch. Then 11th question, capacitive sensor. Capacitive sensor നമ്മൾ നേരത്തെ ഇൻഡക്റ്റീവ് സെൻസർ മെറ്റലിനെ ഡിറ്റക്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് ബോത്ത് മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ ആണ് കപ്പാസിറ്റീവ് പ്രോക്സിമിറ്റി സെൻസേഴ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ PLC. ആക്ച്വലി PLC എന്ന് പറയുന്നത് ശരിക്കും പവർ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ടോപ്പിക്കാണ്. ദെൻ PLCs ആർ പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ആ ഒരു സെക്ഷനിൽ വരുന്നതാണ്. പാർട്ട് ബിക്ക് അത് വരുന്നതാണ് PLC, പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോൾ. സോ അത് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. PLCs ആർ ഡാഷ് ഡിസൈൻഡ് ഫോർ യൂസ് ഇൻ ദ കൺട്രോൾ ഓഫ് എ വൈഡ് വെറൈറ്റി ഓഫ് മാനുഫാക്ചറിങ് മെഷീൻസ് ആൻഡ് സിസ്റ്റംസ്. സോ PLCs ആർ സ്പെഷ്യൽ പർപ്പസ് ഇൻഡസ്ട്രിയൽ കമ്പ്യൂട്ടേഴ്സ്, അതാണ് ആൻസർ. സോ അതിൻ്റെ ആപ്ലിക്കേഷനുമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സോ പ്രോഗ്രാമിക് ലോജിക് കൺട്രോളർ. ദെൻ 13 ലിമിറ്റ് സ്വിച്ചസ്. സോ ലിമിറ്റ് സ്വിച്ചസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? മെക്കാനിക്കൽ ആക്ച്വേഷൻ, മാനുവൽ ആക്ച്വേഷൻ, ഇലക്ട്രിക്കൽ ആക്ച്വേഷൻ ആൻഡ് നൺ ഓഫ് ദിസ്. സോ ഇതിനകത്ത് മെക്കാനിക്കൽ ആക്ച്വേറ്റിംഗ് സ്വിച്ചസ് ആണ് ലിമിറ്റ് സ്വിച്ച്. നമ്മൾ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് എ ഫ്രിഡ്ജ്, അതുപോലെ തന്നെ ഒരു കാറിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത്, അത് ആ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് ലിമിറ്റ് സ്വിച്ച് ആണ് അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ദെൻ സ്റ്റാറ്റിക് UPS. സ്റ്റാറ്റിക് UPSനകത്ത് എന്തൊക്കെയാണ് കമ്പോണൻസ് എന്നുള്ളതാണ്. ഇറ്റ് കണ്ടെയ്ൻസ് ബോത്ത് ഇൻവെർട്ടർ ആൻഡ് റെക്ടിഫയർ. നമുക്ക് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ UPS പഠിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റാറ്റിക് UPS എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സ്റ്റാറ്റിക് UPS കൺസിസ്റ്റ് ഓഫ് ബോത്ത് ഇൻവെർട്ടർ ആൻഡ് റെക്ടിഫയർ. Then usually dash batteries are used in UPS systems. So lead acid batteries ആണ് നമ്മൾ UPS സിസ്റ്റംസിനകത്ത് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. Then the electrical energy consumed by a coil is stored in the form of. So ഇൻഡക്ടർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഏത് ഫീൽഡ് ആണെന്നാണ്. ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്, ഫോഴ്സ് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. സോ മാഗ്നറ്റിക് ഫീൽഡാണ് ആൻസർ. ഇൻഡക്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്. കപ്പാസിറ്റർ ആണെങ്കിൽ അത് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. ദെൻ നമ്മൾ ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. മാർക്ക് ഓൺ സിറാമിക് ഓർ നോൺ പോളറൈസ്ഡ് കപ്പാസിറ്റേഴ്സ്. ഇപ്പോൾ ഒരു കപ്പാസിറ്ററിനകത്ത് അതിനകത്ത് മാർക്ക് ചെയ്തേക്കുന്ന വാല്യൂ 104 എന്നാണെങ്കിൽ വാട്ട് ഈസ് ദ കപ്പാസിറ്റൻസ് വാല്യൂ? സോ അതാണ് ചോദിച്ചിരിക്കുന്നത്. കപ്പാസിറ്റൻസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിജിറ്റ് ആണ്, 0 എന്ന് പറയുന്നത് സെക്കൻഡ് ഡിജിറ്റ് ആണ്, ഇൻറ്റു 4 എന്ന് പറയുന്നത് ആ മൾട്ടിപ്ലയറിൻ്റെ പവറാണ്. സോ 10 × 10⁴ യൂണിറ്റ് ആണ് ഇമ്പോർട്ടൻറ്റ് പൈക്കോ ഫാരഡ്. ഇതായിരിക്കും വാല്യൂ. സോ 1 ഫസ്റ്റ് ഡിജിറ്റ് ആണ്, 0 സെക്കൻഡ് ഡിജിറ്റ് ആണ്, 4 എന്ന് പറയുന്നത് അതിൻ്റെ പവറാണ്, മൾട്ടിപ്ലയറിൻ്റെ പവറാണ്. സോ 10 × 10⁴. ഇപ്പോൾ 103 എന്നാണെങ്കിൽ 10 × 10⁻³ യൂണിറ്റ് പൈക്കോ ഫാരഡ് ആയിരിക്കും. ഇതാണ് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ. സോ ഇതിനകത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. സോ വാട്ട് ഈസ് ദ കപ്പാസിറ്റൻസ് വാല്യൂ മീൻസ്
10 into 10 raised to 4 picofarad. Then which of the following materials can be used to produce infrared LED? സോ ഇതിൻ്റെ ആൻസർ നമുക്കറിയാവുന്നതാണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗാലിയം ആർസനൈഡാണ് ഇൻഫ്രാറെഡ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഗാലിയം ആർസനൈഡ്, സോ ആ ഒരു മെറ്റീരിയലിൻ്റെ ഓരോ മെറ്റീരിയലിൻ്റെയും ഗാലിയം ഫോസ്ഫൈഡ് എന്താണ്, ഗാലിയം ആർസനൈഡ് എന്താണ്, സോ അങ്ങനെയുള്ള മെറ്റീരിയൽ, കാഡ്മിയം സൾഫൈഡ് എന്താണ്, സിങ്ക് കാർബൈഡ് ഏതാണ്, സോ സിലിക്കൺ കാർബൈഡ്, സിങ്ക് കാർബൈഡ് അല്ല സിലിക്കൺ കാർബൈഡ് എന്ത്, അങ്ങനെ കുറേ മെറ്റീരിയൽസിൻ്റെ എന്ത് ലൈറ്റാണ് എമിറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കണം. സോ ഗാലിയം ആർസനൈഡാണ് ഈ ഒരു ഇൻഫ്രാറെഡ് റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദെൻ കപ്പാസിറ്റർ വർക്ക്സ് ഇൻ ആൻഡ് ഇൻഡക്ടർ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിലാണ്, കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ദെൻ SMPS ഈസ് ബേസ്ഡ് ഓൺ SMPS സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. സോ അതിനകത്ത് നമ്മളൊരു SMPSനകത്ത് നമ്മളൊരു കൺട്രോളിങ് സർക്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഡ്യൂട്ടി സൈക്കിൾ കൺട്രോൾ ചെയ്തിട്ടാണ്. ഡ്യൂട്ടി സൈക്കിൾ മീൻസ് T on by T on plus T off. സോ ഈ ഓൺ ടൈം അല്ലെങ്കിൽ ഓഫ് ടൈം, ആ സ്വിച്ചിൻ്റെ ഓൺ ടൈമും ഓഫ് ടൈമും കൺട്രോൾ ചെയ്തിട്ടാണ് SMPS വർക്ക് ചെയ്യുന്നത്. ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ചോപ്പറിനകത്തും. സോ ആൻസർ ഈസ് ചോപ്പർ. SMPS is based on chopper principle. Then a power supply which has the voltage regulation of dash is unregulated power supply. Voltage regulation 10% ആണ് ആൻസർ unregulated supply. Then if a circuit has to switch between two power supplies, then which type of switch is required? SPST എന്നൊക്കെ പറയുന്നത് ഓൺ ഓഫ് സ്വിച്ച് ആണ്. സിംഗിൾ പോൾ സിംഗിൾ ത്രോ, സിംഗിൾ പോൾ ഡബിൾ ത്രോ, ഡബിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ചസ്. സോ ഇങ്ങനെയാണ് 4 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. SPST, SPDT, DPST, DPDT. സോ ഇതിനകത്ത് 2 പവർ സോഴ്സിനെ എനേബിൾ ചെയ്യുന്ന സ്വിച്ച് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് SPDT ആണ്, സിംഗിൾ പോൾ ഡബിൾ ത്രോ. അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ 23rd ക്വസ്റ്റ്യൻ, ദ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ഫോർ ദ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ലോഡ് കറണ്ട് ഇൻ എ 7805 IC റെഗുലേറ്റർ. സോ ഒരു 5 വോൾട്ട് പവർ സപ്ലൈക്കകത്ത് യൂസ് ചെയ്യുന്ന വോൾട്ടേജ് റെഗുലേറ്ററാണ് 7805 IC റെഗുലേറ്റർ എന്ന് പറയുന്നത്. ഈ 78 സീരീസിൽ വരുന്ന എല്ലാം ഒരു പ്ലസ് വോൾട്ടേജ് ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ചേഞ്ച് ഇൻ അതിൻ്റെ ഡെഫിനേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലോഡ് റെഗുലേഷൻ ആണ്. സോ 7805 ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ +5 വോൾട്ട് ആണ്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. 7805 ജനറേറ്റ് ചെയ്യുന്നത് ഒരു +5 വോൾട്ട് ആയിരിക്കും. Then 8051 microcontroller is of dash pin package as a dash processor. So 8051 കൺട്രോളറിൻ്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം, അതിൻ്റെ കൺസെപ്റ്റും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ 40 പിൻ IC ആണ്. 40 പിൻ IC ആണ്. അതുപോലെ തന്നെ 8-bit പ്രോസസ്സറാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ C. ദെൻ ഇൻറ്ററപ്റ്റ്സ് ഏതൊക്കെയാണെന്ന് 8051 ഇൻറ്ററപ്റ്റ്സ് നമ്മൾ പഠിച്ചു വെക്കണം. ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഇൻപുട്ട് എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്, E0. സോ ദാറ്റ് ഈസ് ദ ആൻസർ ഫോർ ഹയസ്റ്റ് പ്രയോറിറ്റി ഇൻറ്ററപ്റ്റ് എന്ന് പറയുന്നത് IE0 ആണ്. ദെൻ എഫിഷ്യൻസി ഓഫ് സെൻറ്റർ ടാപ്ഡ് ഫുൾ വേ റെക്ടിഫയർ. സോ ഫുൾ വേ റെക്ടിഫയറിനെ കുറിച്ച് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. റെക്ടിഫയേഴ്സ് കംപ്ലീറ്റ് നമുക്ക് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് അങ്ങനെ ഒരു ടോപ്പിക്കിനകത്ത് നമുക്ക് പഠിക്കാനുണ്ട്. സോ എല്ലാ റെക്ടിഫയേഴ്സിൻ്റെയും ക്ലാസിഫിക്കേഷൻ അറിയണം, കമ്പാരിസൺ പഠിക്കണം. സോ സെൻറ്റർ ടാപ്ഡ് ഫുൾ വേ റെക്ടിഫയറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 81.2% ആണ്. ദെൻ ഇത് റിപ്പിൾ ഫ്രീക്വൻസിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കമ്പാരിസനകത്ത് വരുന്നതാണ്, റെക്ടിഫയറിൻ്റെ കമ്പാരിസനകത്ത് വരുന്നതാണ്. ഇഫ് ദ ഇൻപുട്ട് ഫ്രീക്വൻസി ഈസ് 50 Hz ഫോർ എ ഫുൾ വേ റെക്ടിഫയർ, then the ripple frequency of it, ഫുൾ വേ റെക്ടിഫയറിൻ്റെ റിപ്പിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻപുട്ട് ഫ്രീക്വൻസിയുടെ ഡബിൾ ആയിരിക്കും. സോ ആൻസർ ഈസ് 100 Hz. ഇൻപുട്ട് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, റിപ്പിൾ ഫ്രീക്വൻസി ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡബിൾ എടുത്താൽ മതി, അതായിരിക്കും ആൻസർ. ദാറ്റ് ഈസ് 100 Hz. ദെൻ വിച്ച് ടൈപ്പ് ഓഫ്, ഇത് PSCക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ടൈപ്പ് ഓഫ് ഹാൻഡ് ഓഫ് ഈസ് യൂസ്ഡ് ഇൻ CDMA? CDMA യൂസ് ചെയ്യുന്ന ഹാൻഡ് ഓഫ് ഏതാണ്? സോഫ്റ്റ് ഹാൻഡ് ഓഫ് ആണ്. കോഡ് ഡിവിഷൻ മൾട്ടിപ്ലക്സസിനകത്ത് യൂസ് ചെയ്യുന്നത്. സോ സോഫ്റ്റ് ഹാൻഡ് ഓഫ് ആണ് ആൻസർ. വിച്ച് ടൈപ്പ് ഓഫ് ഹാൻഡ് ഓഫ് ഈസ് യൂസ്ഡ് ഇൻ CDMA? സോ വാട്ട് ഈസ് ദ ടോക്സിക് സബ്സ്റ്റൻസ് contained by typical electronic waste? What is a toxic substance?
സോ ഈ വേസ്റ്റിൻ്റെ ഹെൽത്ത് അസാർട്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം. ഇലക്ട്രോണിക് വേസ്റ്റ് കൊണ്ടുണ്ടാകുന്ന ആ ഒരു ഹസാർഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് ടോക്സിക് സബ്സ്റ്റൻസ് കണ്ടെയ്ൻഡ് ബൈ ടിപ്പിക്കൽ ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറയുന്നത് ഡയോക്സിൻ ആണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ദെൻ GSM ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. സോ അതിൻ്റെ ആർക്കിടെക്ചർ പഠിക്കണം. സോ അതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ലീനിയർ പ്രെഡിക്റ്റീവ് കോഡിംഗ് LPC അതിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ദ പർപ്പസ് ഓഫ് LPC ഈസ് ടു റെഡ്യൂസ് ദ ബിറ്റ് റേറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ പർപ്പസ് ഓഫ് LPC ഈസ് ടു റെഡ്യൂസ് ദ ബിറ്റ് റേറ്റ്. സോ നമ്മൾ ഈ വീഡിയോ കൊണ്ട് നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ചെയ്യാനാണെങ്കിൽ ഒരു സമയമില്ല. സോ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഇനിയും നമുക്ക് ചെയ്യാനുണ്ട്. സോ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ, നിങ്ങൾക്ക് ഡൗട്ടുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.